ഹലോ മുത്തുമണീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കേക്കാണ്. അതായത് നമ്മുടെ ചായ കപ്പൊക്കെ വെച്ചിട്ട് ഒരു ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗുഡ് ഡേ കപ്പ് കേക്കാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് ഉണ്ട്, 2 മുട്ടയുണ്ട്, ബട്ടർ ഉണ്ട്, കുറച്ച് പഞ്ചസാര നമുക്ക് ഓൾറെഡി ബിസ്ക്കറ്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം വേണ്ടാത്തതുകൊണ്ട് ഇത് പൊടിച്ചല്ല പഞ്ചസാര മൊത്തത്തിലുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് എന്നിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ആക്കാം. നമുക്ക് മുട്ടയും പഞ്ചസാര ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കത് ബീറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ കാണുന്നവരെ ആ സബ്സ്ക്രൈബ് ബട്ടൺ റെഡാണ് കാണുന്നതെങ്കിൽ അതിലൊന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഇനി നല്ല വീഡിയോ ഒക്കെ ഇടേണ്ടതുണ്ട്. അതിന് നിങ്ങളെ വലിയൊരു സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ 2 മുട്ട എടുക്കുന്നത്, ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു, അത് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ബീറ്റ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങണം. ബീറ്റർ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മെല്ലേനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. കുറച്ച് പഞ്ചസാര മതി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബിസ്ക്കറ്റിൽ ഓൾറെഡി നമുക്ക് മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മതി. ഇതെന്തായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് വരട്ടെ. നമ്മുടെ മുട്ട അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ബാക്കിയുള്ള മിശ്രിതത്തിലേക്ക് പോകണം. അങ്ങനെ നമ്മളങ്ങനെ മുട്ട പതപ്പിച്ച് വെച്ചിട്ട് ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒറിയോ എന്നാണ് വായിൽ വരുന്നത്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് നല്ലോണം അങ്ങനെ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാലാണ് ഒഴിക്കുന്നത്. ഞാൻ ലോങ് ലൈഫിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഇത് താവുന്നത് വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതായത് അത് സോക്കാവുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബിസ്ക്കറ്റ് കുതിർന്നതിന് ശേഷം നമ്മൾ ബീറ്റർ എടുത്തിട്ടൊന്ന് ബിസ്ക്കറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ ഈ എഗ്ഗ് അടിച്ചു വെച്ചത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലല്ല കേട്ടോ, നമ്മൾ പാത്രത്തിലാണ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു വട്ടപ്പാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ വട്ടപ്പാത്രത്തിനുള്ളിൽ ഒരു റിങ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസുകൾ അടിക്കൊക്കെ വേണ്ടി നമ്മൾ കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, ഒന്ന് ചൂടാവട്ടെ. നമ്മളിതിലൊരു ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട്, അതായത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട്, അതായത് ഗ്ലാസ്സിലേക്ക് പാരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേനും ഇത് പ്രീ ഹീറ്റ് ആവട്ടെ. നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് ബട്ടർ തേക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ കപ്പിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും നമ്മൾ അങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ബട്ടർ വെച്ച തേക്കിലേക്ക് നമ്മൾ ഈ മിശ്രിതം ഒഴിച്ച് വെക്കുകയാണ്. 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ. ഫുള്ള് ഒഴിക്കണമെന്നില്ല, 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അത് പൊന്തി വരുമല്ലോ നമുക്ക് കേക്ക്. അങ്ങനെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റായിട്ടുണ്ട്, നന്നായിട്ട് പ്രീ ഹീറ്റായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഈ ഗ്ലാസ്സുകൾ ഒന്ന് ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് വെക്കുക. അങ്ങനെ നമ്മളിത് അടച്ച് വെക്കുകയാണ്. 20 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ ഓവനില്ലാത്ത കേക്ക്, അതിന് ഓവൻ ഇല്ലാണ്ട് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് വെച്ചിട്ട് കപ്പ് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ സാധനമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത് മധുരം ഉണ്ട്, ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് നോക്കാൻ പറ്റുന്നില്ല. അടിപൊളി. ഞാൻ കഴിച്ച് വേറെ പീസ് ഉണ്ടായി, നമ്മളിത് 5 പീസ് ഉള്ളല്ലോ, 6 പീസ് ഉണ്ടാക്കിയത് നമ്മൾ കഴിച്ച് നോക്കിയതായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. അതായത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിസ്ക്കറ്റ് കപ്പ് കേക്ക് നമ്മൾ ഓവൻ ഇല്ലാണ്ട് നമ്മുടെ പാത്രത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും ആശം ബ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ബൈ.